ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ശങ്കർദാസിനെ. ഞങ്ങളറിയുന്ന സഹോ ശങ്കർദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല. ഇത് മാത്രമല്ല, തെറ്റൊന്നും ചെയ്യില്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അറിയാതെ വല്ല പാളിച്ചയെ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുകയാണ്, അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തെറ്റ് ചെയ്ത ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ LDFോ രക്ഷിക്കില്ല, പരിരക്ഷിക്കില്ല. പക്ഷേ ഈ പാർട്ടിക്ക് മനുഷ്യത്വമുണ്ട്. ശങ്കർദാസ് അതീവ അസുഖബാധിതനായി, തളർന്ന അവശനായി, മിണ്ടാനാകാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്, ആഴ്ചകളായിട്ട് കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപടിക്കൊന്നും പോകില്ല. അസുഖം ഭേദമായി ചോദ്യം ചെയ്യലിന് ശേഷം ഏതെങ്കിലും കുറ്റത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ അപ്പോൾ പാർട്ടി അതിനെ എങ്ങനെ ഗൗരവമായിട്ട് കാണണമോ അതുപോലെ കാണും. അതല്ല ഇപ്പം ചെന്ന് അദ്ദേഹത്തെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. മനുഷ്യത്വമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മനുഷ്യരുടെ പാർട്ടിയാണിത്. ആ സഖാവിനെ അറിയുന്നവർക്കെല്ലാം അറിയാം. ശങ്കർദാസ് ഇത്രയും ദീർഘവർഷങ്ങളിൽ പൊതുപ്രവർത്തനത്തിനിടയിൽ ഒരിക്കൽ പോലും ഒരു കളങ്കം ഉണ്ടാക്കിയ ആളല്ല. അതിനെ ഞങ്ങൾ മാനിക്കും. അല്ല, UDF ബൈ ഇറ്റ്സ് നേച്ചർ, അതിൻ്റെ ജന്മന പ്രകൃതിയായ UDF അതാണ്. എല്ലാ സ്വത്തും എല്ലാ പണവും എല്ലാ സമ്പത്തും കൈയിട്ട് വരാനും കൈക്കലാക്കാനും ഒരു പണിയും കടുക്കാത്ത രാഷ്ട്രീയ പക്ഷമാണ് UDF. അത് എത്ര ഉദാഹരണം വേണം. പക്ഷെ ഞങ്ങളങ്ങനെ ആകാൻ പാടില്ല. UDFിനതാകാം, പക്ഷെ UDFന് ശരിയല്ല LDF ശരി. LDF ശരി അഴിമതികളെ, അന്യായങ്ങളെ, കൈക്കൂലിയെ, കൊള്ളകളെ, ഈ പറയുന്ന എല്ലാത്തരം നീക്കങ്ങളെയും അംഗീകരിക്കാത്ത നിലപാടാണ് LDFൻ്റേത്. അതുകൊണ്ട് UDF പോയ വഴിയെ LDF പോകാൻ പറ്റില്ല. എല്ലാവർക്കും സംശയമുള്ള കാര്യമല്ലല്ലോ ഇത്. എല്ലാ കാലത്തും UDF എന്ന് പറയുന്നത് അഴിമതിയാണ്. ക്ഷേത്രമോ പള്ളിയോ അതൊന്നും ബാധകമല്ല. എവിടെയെല്ലാം കൈകിട്ട് വരാൻ പറ്റുമോ അവിടെയെല്ലാം കൈകിട്ട് വരണം. ആണ് UDF നയം. ആ നയം LDFിലില്ല. അതുകൊണ്ടാണ് SIT അന്വേഷണം വന്നപ്പോൾ ഒരു ഘട്ടത്തിലും LDF ഗവൺമെൻറ് അതിൻ്റെ വഴിമുടക്കാൻ പോയിട്ടില്ല. നിർബാധം അത് മുന്നോട്ട് പോവുകയാണ്. നിർബാധം SITയുടെ പ്രവർത്തനങ്ങളെ ഗവൺമെൻറ് തെല്ലുപോലും ഇടപെട്ട് പുറകോട്ട് കൊണ്ടുപോകാനോ വഴി മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഇടതുപക്ഷം UDF ആണെങ്കിലോ